ഹലോ ഗെയ്സ്, ഇന്ന് ഞാൻ നോക്കാൻ പോകുന്നത് ഞാൻ എങ്ങനെയാണ് വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് എന്നാണ്. അതിനായി ഞാൻ ഉപയോഗിക്കുന്ന എഡിറ്റിംഗ് ആപ്പാണ് ഇൻഷോട്ട്. ഇൻഷോട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസാണ് വരുന്നത്. ഇതിൽ വീഡിയോയിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം ന്യൂ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള വീഡിയോ സെലക്ട് ചെയ്യാം. വീഡിയോ സെലക്ട് ചെയ്തതിനു ശേഷം ടിക്ക് മാർക്കിൽ ക്ലിക്ക് ചെയ്യുക. ഇനി അടുത്തതായി നോക്കേണ്ടത് ക്യാൻവാസ് ആണ്. യൂട്യൂബിൽ ഷോർട്ട് വീഡിയോ ഇടുമ്പോൾ 9:16 എന്ന റേഷ്യോയിലാണ് ക്യാൻവാസ് വരേണ്ടത്. ഇനി ലോങ് വീഡിയോ ആണ് എടുക്കേണ്ടതെങ്കിൽ 16:9 എന്ന റേഷ്യോയിലായിരിക്കണം എടുക്കേണ്ടത്. നമുക്കിവിടെ കൂട്ടിയും കുറച്ചും ഇങ്ങനെ ക്യാൻവാസ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് വാട്ടർമാർക്ക് കളയാനായി ഇൻഷോട്ടിൽ ക്ലിക്ക് ചെയ്യുക. ഫ്രീ റിമൂവ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ വാട്ടർമാർക്ക് താനെ പോകും. ഓഡിയോയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ മ്യൂസിക്, എഫക്റ്റ്, റെക്കോർഡ്, AI സ്പീച്ച് എന്നിങ്ങനെ 4 ഓപ്ഷൻ വരും. ഇതിൽ മ്യൂസിക് എടുക്കുവാണെങ്കിൽ നമ്മുടെ കയ്യിലുള്ള മ്യൂസിക് നമുക്കിതിൽ ആഡ് ചെയ്യാൻ പറ്റും. ഇനി ഇവിടെ മറ്റൊരു ഓപ്ഷൻ കൂടെ ഉണ്ട്, എക്സ്ട്രാക്റ്റ് ഓഡിയോ ഫ്രം വീഡിയോ. ഇതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ മറ്റേതെങ്കിലും വീഡിയോയിലെ സോങ് നമുക്ക് ഈ വീഡിയോയിൽ ആഡ് ചെയ്യാൻ പറ്റും. ഈ റെക്കോർഡ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നമ്മുടെ വീഡിയോയിൽ നമ്മുടെ തന്നെ വോയിസോ അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും വോയിസോ റെക്കോർഡ് ചെയ്യാം. ഇനി എഫക്റ്റിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പലതരത്തിലുള്ള സൗണ്ട്സ് നമുക്ക് അതിലൂടെ ഉപയോഗിക്കാം. അതേപോലെ തന്നെ വീഡിയോയിൽ നമുക്ക് ഇഷ്ടമുള്ള സ്റ്റിക്കേഴ്സൊക്കെ ആഡ് ചെയ്യാൻ പറ്റും. ഇവിടെ സെർച്ച് ബാറിൽ ടൈപ്പ് ചെയ്താൽ നമുക്ക് ഏതാണ് സ്റ്റിക്കർ വേണ്ടത് എന്ന് വെച്ചാൽ അത് വരും. ഇനി ടെക്സ്റ്റ് എന്ന ഓപ്ഷനിൽ നമുക്ക് എന്തെങ്കിലും ടൈപ്പ് ചെയ്യാം. ഇനി ഇതിൽ തന്നെ ടെക്സ്റ്റിന് അട്രാക്ഷൻ കൊടുക്കാൻ വേണ്ടി ഇഷ്ടമുള്ള കളർ കൊടുക്കാം. താഴെ കാണുന്ന കുഞ്ഞു കുഞ്ഞു ബോക്സ് ടൈപ്പ് ചെയ്താൽ അതിനനുസരിച്ച് കളർ ചേഞ്ച് ചെയ്യുകയും ബോർഡർ ചേഞ്ച് ചെയ്യുകയൊക്കെ ചെയ്യും. ടെക്സ്റ്റ്, ബോർഡർ, ഷാഡോ, ഗ്ലോ, ലേബൽ, ഒപ്പാസിറ്റി എന്നിങ്ങനെ കുറച്ച് ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. നമ്മുടെ വീഡിയോയ്ക്ക് അനുസരിച്ച് ഇവിടെ ചേഞ്ചസ് വരുത്താം. ഇവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ടെക്സ്റ്റിൻ്റെ ഫോണ്ട് പലതരത്തിൽ ചേഞ്ച് ചെയ്യാൻ പറ്റും. മുകളിലത്തെ ഈ 3 ലൈൻ ക്ലിക്ക് ചെയ്താൽ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് കിട്ടും. അതിൽ ഫസ്റ്റത്തെ എന്ന് പറയുമ്പോൾ നമുക്ക് പേര് വലുതാക്കാനും ചെറുതാക്കാനും ഒക്കെ പറ്റും. പിന്നെ ലാസ്റ്റ് വരുന്നത് B എന്ന് പറയുന്നത് നമുക്ക് ബോൾഡ് ആക്കി എടുക്കാം. I എന്ന് പറയുമ്പോൾ ഇറ്റാലിക് ആക്കി ചരിഞ്ഞ് കിട്ടും. അണ്ടർലൈൻ കൊടുക്കാം. എല്ലാ അക്ഷരവും ക്യാപിറ്റൽ ലെറ്ററിലും കൊടുക്കാം. നമ്മൾ ടൈപ്പ് ചെയ്തത് ആർച്ച് പോലെ കൊടുക്കണമെങ്കിൽ ഈ 3 ഓപ്ഷനകത്ത് ക്ലിക്ക് ചെയ്താൽ മതി. ഇത് ക്ലിക്ക് ചെയ്യുന്നതിലൂടെ നമ്മുടെ ടെക്സ്റ്റിന് പലതരത്തിൽ ചേഞ്ചസ് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നു. ഇനി അടുത്തതാണ് ഡീറ്റെയിൽ. ഇതെന്താണെന്ന് വെച്ചാൽ നമുക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും ബ്ലറാക്കി കാണിക്കാൻ വേണ്ടിയാണ് ഇത് യൂസ് ചെയ്യുന്നത്. വീഡിയോ ലാസ്റ്റ് വരെ അത് ഡ്രാഗ് ചെയ്ത് പോയാൽ ലാസ്റ്റ് വരെ ബ്ലറാക്കി നമുക്ക് കാണിക്കാൻ പറ്റും. എഫക്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള തരത്തിൽ അതിന് എഫക്റ്റ് കൊടുക്കാൻ പറ്റും. ഇതിൽ പലതരത്തിലുള്ള ഓപ്ഷൻസ് ഉണ്ട്. അന്നേരം നമുക്ക് ഇഷ്ടപ്പെട്ട എഫക്റ്റ് നമ്മുടെ വീഡിയോയ്ക്ക് അനുസരിച്ച് നമുക്ക് കൊടുക്കാം. നമുക്കിതിന് ഫിൽറ്റർ കൊടുക്കണമെങ്കിൽ അതിനുള്ള ഓപ്ഷനും ഉണ്ട്. പിപ്പ് എന്നത് നമ്മൾ എഡിറ്റ് ചെയ്യുന്ന വീഡിയോയുടെ മുകളിൽ വീഡിയോസോ ഫോട്ടോസോ ഒക്കെ എക്സ്ട്രാ ആഡ് ചെയ്യാനാണ് പിപ്പ് യൂസ് ചെയ്യുന്നത്. സ്പ്ലിറ്റ് എന്നത് വീഡിയോ പലതരത്തിൽ സ്പ്ലിറ്റ് ചെയ്യാനും കൂടാതെ നമുക്ക് ആവശ്യമില്ലാത്തത് കട്ട് ചെയ്ത് കളയാനും പറ്റും. വീഡിയോയ്ക്ക് വേണ്ടി ആവശ്യമില്ലാത്തത് കട്ട് ചെയ്ത് കളയുന്നതിനാണ് നമ്മൾ ക്രോപ്പ് യൂസ് ചെയ്യുന്നത്. ഇനി റൊട്ടേറ്റും ഉണ്ട്, ഫ്ലിപ്പും ഉണ്ട്. റൊട്ടേറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് 4 വശത്തോട്ടും റൊട്ടേറ്റ്, ഫ്ലിപ്പ് ആകുമ്പോൾ 2 സൈഡിലോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി വെക്കാം. എഡിറ്റിംഗ് പ്രോസസ്സ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ എക്സ്പോർട്ട് ക്ലിക്ക് ചെയ്തിട്ടാണ് നമ്മൾ വീഡിയോ പ്രോസസ്സ് ചെയ്യുന്നത്.